ഇതായിവിടെ ദൈവത്തിൻ കൂടാരം, ഇതായിവിടെ കർത്താവിൻ ബലിപീഠം. ലോകരക്ഷയ്ക്കായി ദൈവകുഞ്ഞാടിൻ മഹത്വപൂർണമാ ബലിസമയം. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമായി. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമായി. ഇതായിവിടെ ദൈവത്തിൻ കൂടാരം, ഇതായിവിടെ കർത്താവിൻ ബലിപീഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു വ്യാഴാഴ്ച കൂടെ നമ്മൾ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ ശക്തമായ മാധ്യസ്ഥ്യം നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് യാചിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കാനായി ഈ ആലയത്തിൽ അണഞ്ഞിരിക്കുകയാണ്. ഈ ദിനങ്ങളിലെല്ലാം ദൈവം അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസ് വഴി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിറമനസ്സോടെ നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആർക്കും ദുർമാതൃക കൊടുക്കാതിരിക്കുക. വളരെ പോസിറ്റീവായി പറഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല മാതൃക നൽകുന്ന വ്യക്തികളായി മാറുക എന്നുള്ളതാണ് സുവിശേഷം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. ജീവിതത്തിൽ ഒരു ചെറിയ മനുഷ്യന് പോലും ദുർമാതൃക നൽകുന്നതിനേക്കാൾ ഭേദം കഴുത്തിലൊരു തിരികല്ലു കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്നുള്ള വളരെ രൂക്ഷമായ വാക്കുകളിലാണ് സുവിശേഷം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരെന്നുള്ള നിലയിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും വാക്കുകളും ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ അതിലെല്ലാം കുറവുകളും ബലഹീനതകളും ഒക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് നല്ല ജീവിത മാതൃകകളിലൂടെ പുതിയ തലമുറയ്ക്കും നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ളവർക്കുമെല്ലാം നല്ല മാതൃകകൾ കൊടുക്കാൻ കഴിയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വഴി ഞങ്ങളെ കാണുന്നവർക്ക്, കണ്ടുമുട്ടുന്നവർക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർക്കെല്ലാം നല്ല വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകകൾ പകരുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവ്യബലി വെട്ടിയാടൻ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടിയാണ് സമർപ്പിക്കപ്പെടുന്നത്. ഈ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ച് അവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളും സമർപ്പിച്ച് വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ ശക്തമായ മാധ്യസ്ഥ്യം വഴി വലിയ ദൈവകൃപ ഈ കുടുംബത്തിൽ ഉടനീളം ചൊരിയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി.
എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിധികനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാൽ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവോദൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധരായ അപ്പോസ്തലന്മാർ വഴി അങ്ങേ നാമം ഏറ്റുപറയാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. വിശുദ്ധ യൂദാ തദേവുസിന്റെ മാധ്യസ്ഥത്താൽ അങ്ങിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വർധന വഴി സഭ നിരന്തരം വളരുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല. എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ. നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. അവരുടെ രൂപം അഴിഞ്ഞു പോകും. പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം. എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കും. അവിടുന്ന് എന്നെ സ്വീകരിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. നമുക്കെല്ലാവർക്കും എണീറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം മനുഷ്യരുടെ വചനമായല്ല, യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ
അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറ കെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറ കൂട്ടും? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തു അങ്ങേക്ക് സ്തുതി. ആയിരം കൈത്തിരി അകതാലിരേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ആയിരം കൈത്തിരി അകതാലിരേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ചേർത്തണയ്ക്കുന്നു ഞങ്ങൾ നറുമലരും കാഴ്ചകളും സ്വീകരിക്കൂ നാഥ സർവസ്വം. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മേന്മയ്ക്കും നമ്മുടെ അർത്ഥത്തിൽ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധയൂദായുടെ അനശ്വര മഹിമാദരിച്ചുകൊണ്ട് ഞങ്ങളുടെ അർപ്പണം അങ്ങ് സ്വീകരിക്കുകയും ദിവ്യരഹസ്യങ്ങൾ അനുയുക്തമായി ആഘോഷിക്കുന്നതിന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ,
പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയിടയനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തു പരിപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കാൻ അവരെ തന്നെ അജഗണത്തിനങ്ങു നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്കായിരിക്കാം. ഈ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും അയോഗ്യരായ വൈദികന്റെ കരങ്ങളാൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. ഓരോ ബലിയർപ്പിക്കാനായി നാം കടന്നു വരുമ്പോഴും ഒഴിഞ്ഞ കരങ്ങളോടെ ശൂന്യമായ ഹൃദയത്തോടുകൂടെ ഒരിക്കലും ബലിയർപ്പിക്കാനായി വരരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുമെല്ലാം ഈ ഗോതമ്പപ്പത്തോടും മുന്തിരിച്ചാറിനോടുമൊപ്പം കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കണ്ണീരും നമ്മുടെ വേദനയും ദുഃഖഭാരവും ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളും രോഗാവസ്ഥകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും ജോലിയെ സംബന്ധിച്ച നമ്മുടെ ആകുലതകളും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഈ ഗോതമ്പപ്പത്തോടും മുന്തിരിച്ചാറിനോടുമൊപ്പം എൻ്റെ ജീവിതത്തെയും എൻ്റെ നിയോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഇതുപോലെ എൻ്റെ ജീവിതത്തെയും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. വിയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരം
ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യമായുള്ളിൽ വായനീശോയെ, നവ്യഭോജ്യമായി നാവിൽ വാ പൊന്നീശോയെ. കുളിരേകും മഴനീർ തുള്ളി മഞ്ഞിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കോടിവാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയെ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയെ. ദിവ്യകാരുണ്യമായുള്ളിൽ വായനീശോയെ, നവ്യഭോജ്യമായി നാവിൽ വാ പൊന്നീശോയെ.
ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും. എഴുന്നേറ്റ് നിൽക്കാം. വെട്ടിയാടൻ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തെദേവും ആലപിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതി നാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും. സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വീകരിച്ച് ഈ കൂദാശയുടെ ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ യൂദായുടെ ആദരപൂർവകമായ പീഡാസകനം ആഘോഷിക്കുന്ന ഞങ്ങളെ ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിർത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നല്ല മാതൃക കൊടുക്കണമെന്നതിനെ കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഉത്ബോധിപ്പിച്ചത്. എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ആകുലത വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം വളരെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തി, അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തി, കൃത്യമായി കുമ്പസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് 2 മക്കളാണുള്ളത്, 2 മക്കൾക്ക് നല്ല മാതൃക കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ ബലിക്ക് പോകുന്നുണ്ട്, മറ്റു കൂദാശകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മക്കൾ ഈ നല്ല മാതൃകകൾ എന്തുകൊണ്ടാണച്ചോ പിന്തുടരാത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. എനിക്കതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മളെ ഉത്ബോധിപ്പിച്ചത് നല്ല മാതൃക കൊടുക്കാനാണ്. ഒരുപക്ഷെ നല്ല മാതൃക കൊടുത്തിട്ട് പോലും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു തലമുറയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ദത്തശ്രദ്ധരാകാം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ടെല്ലാം നല്ല മാതൃക കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വിശുദ്ധ യൂദാ തദേവുസിന്റെ ശക്തമായ മാധ്യസ്ഥ്യം ഈ ദിനത്തിൽ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പാവനാത്മാവേ നീവരേണമേ മാനസമണി കോവിലിൽ നായക ഞങ്ങൾ
പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവി നീ വരേണമേ മാനസമണി കോവിലിൽ. നായിക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവി നീ വരേണമേ മാനസമണി കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങ് പകലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാത്ത ദേവുസിനെ ഞങ്ങൾക്കെന്നും സഹായമരുടെ മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവരും ഇരിക്കുക. അപേക്ഷകളും കൃതജ്ഞതകളും. കൃതജ്ഞത. എൻ്റെ പേര് പ്രമീത. വിവാഹം കഴിയാൻ വേണ്ടി കുറേയധികം ബുദ്ധിമുട്ടി. വിശുദ്ധ യൂദാത്ത ദേവസ്വത്തിന് മുൻപിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിവാഹം കഴിഞ്ഞു. ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച വിശുദ്ധ യൂദാത്ത ദേവസ്വത്തിന് നന്ദി അർപ്പിക്കുന്നു എന്ന് പ്രമീത ജിരേഷ്. ഞാൻ 9 ആഴ്ച വന്ന് കുർബാനയിലും നൊവേനയിലും ആരാധനയിലും പങ്കുകൊള്ളാമെന്ന് വിശുദ്ധ യൂദാസ്ലിഹായുടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 ആഴ്ച മുടക്കം കൂടാതെ വന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. പിന്നെ അടുത്ത ആഴ്ച മുതൽ കുർബാനയൊന്നുമില്ലാത്തതിനാൽ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ തമ്മിലുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറിക്കിട്ടി സന്തോഷമായി കഴിയുന്നു. ഇങ്ങനെയൊരു അനുഗ്രഹം തന്നതിന് ദൈവത്തോടും മാതാവിനോടും നന്ദി അർപ്പിക്കുന്നു എന്ന് ഒരു വിശ്വാസി. പോസ്റ്റ് കോവിഡ് മൂലം കഠിനമായ മുടികൊഴിച്ചൽ മാറ്റി തന്നതിന് പുണ്യാളിന് നന്ദി അർപ്പിക്കുന്നു. 1 വർഷമായിട്ടും പലർക്കും അപ്രൂവൽ ആവാതിരുന്ന വിസ എൻ്റെ ഭർത്താവിനെ 1 മാസം കൊണ്ട് അപ്രൂവലാക്കി തന്നതിന് പുണ്യാളിന് നന്ദി അർപ്പിക്കുന്നു എന്ന് നിമ്മി സോനു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ 2 പ്രാവശ്യം ഗർഭിണിയായി. 2 പ്രാവശ്യവും അത് ബ്ലീഡിംഗ് ആയി അബോർഷനായി പോയി. 3ാമതും ഗർഭിണിയായി 2 മാസമായപ്പോൾ വീണ്ടും ബ്ലീഡിംഗ് ആയപ്പോൾ സ്കാനിങ് ചെയ്തു. കുഞ്ഞിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ വിശുദ്ധ യൂദാസ്ലിഹായുടെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലീഡിംഗ് നിന്നു. പിന്നീട് സ്കാനിങ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പ്രസവിക്കുന്നത് വരെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2020 മെയ് 20-ാം തീയതി ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച വിശുദ്ധ യൂദാസ്ലിഹായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എന്ന് സ്റ്റെല്ല ആൻഡോ. സ്നേഹം നിറഞ്ഞ വിശുദ്ധ യൂദാസ്ലിഹായുടെ മുൻപിൽ ഞാൻ ഔഷധി ജീവനക്കാരിയാണ്. എൻ്റെ ആങ്ങളയുടെ കല്യാണം നടക്കുന്നതിനായി എന്നും യൂദാസ്ലിഹായോട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 10-ാം തീയതി കല്യാണമാണ്. ദമ്പതിമാർക്കും
അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് ബിന്ദു സതീശൻ. ഞാൻ വിശുദ്ധ യൂദാസ്ലീഹയുടെ അടുത്ത് 9 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി ഞാനും എൻ്റെ ഭാര്യയും ഇറ്റലിയിൽ എത്തിച്ചേർന്നു. യൂദാസ്ലീഹയുടെ മാതാവിനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. എനിക്ക് നല്ല ജോലി കിട്ടാൻ യൂദാസ്ലീഹയുടെ മാധ്യസ്ഥം തേടുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഞാൻ യൂദാസ്ലീഹയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു എന്ന് നന്ദിപുരത്ത് നിന്ന് ഒരു വിശ്വാസി. പരിശുദ്ധമ്മയ്ക്കും വിശുദ്ധ യൂദാസ്ലീഹായ്ക്കും നന്ദി. വിദേശത്ത് USA ജോലിയുണ്ടായിരുന്ന ഞാൻ കോവിഡായിട്ട് 1.5 വർഷമായി നാട്ടിലായിരുന്നു. കോവിഡ് വ്യാപനം കുറഞ്ഞതിനാൽ കമ്പനി വീണ്ടും തുടങ്ങിയപ്പോൾ ജോലി ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു. സാധിക്കുന്ന വ്യാഴാഴ്ചകളെല്ലാം ഇവിടെ വന്ന് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. 16/1/2022 ഞായറാഴ്ച കമ്പനിയിൽ നിന്ന് ലെറ്റർ വരികയും ഒരാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം എനിക്ക് നൽകിയതിന് ഈശോയോടും വിശുദ്ധ യൂദാസ്ലീഹായോടും പരിശുദ്ധ അമ്മയോടുമുള്ള നന്ദി പ്രാർത്ഥനയും അറിയിക്കുന്നു എന്ന് ഗോഡ്വിൻ ഒല്ലൂരിൽ നിന്ന്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നൊവേന നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് എൽജോ, സാൻജോ, ജിൻസി, വത്സ, വിപിൻ, ഫിനിക്സ്, ആൻ്റണി, അക്വിനാസ്, അനിൽ, സുശീല, ജിൻസി വിൽസൺ, കവിത, സ്റ്റീന, വിൽസൺ ടി റാഫേൽ, റോബിൻ, ബീന, ഷെറിൻ, ഹരിത, ജിൻസി, കാതറിൻ, ജൂണോ, എറിക്, സ്റ്റീന, കീർത്തന, മേഘ്ന, ജോസ് വില്ലനശ്ശേരി, റൂബി ജോസ്, ഉല്ലാസ് ജോസ്, അൻസ ഉല്ലാസ്, ഏദൽ ജോ ഉല്ലാസ്, എമിൻ ജോ ഉല്ലാസ്, എഡ്മിൻ ജോ ഉല്ലാസ്. ഇന്നത്തെ കഞ്ഞി നേർച്ച നമുക്കായി നൽകിയിട്ടുള്ളത് ജെറിൻ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നു. പ്രത്യേകമായി ആ സഹോദരനെയും അവരുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങൾ: റൊസാലിയ എന്ന ഒരു കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദയ എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധിതയുള്ള ഒരു കുടുംബത്തെ സമർപ്പിക്കാം. PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും ജോലി ലഭിക്കാതെ ഒരു മകളെ സമർപ്പിക്കാം. ഫ്രാൻസിസ് എന്ന സഹോദരനെ സമർപ്പിക്കാം. IELT പരീക്ഷയ്ക്ക് എഴുതാൻ ഒരുങ്ങുന്ന സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാൻഡി എന്ന മകളുടെ പരീക്ഷകളെ സമർപ്പിക്കാം. ബേബി, മെൽവിൻ, ബിയ, മരിയ, ദയ, റോസ്, ലിയ എന്നിവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരനെ സമർപ്പിക്കാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാം പാസ്സാകുവാൻ വേണ്ടി, ഉപരിപഠനത്തിനുള്ള ഒരു മാർഗം ശരിയാകാൻ വേണ്ടി, സ്ഥലം വിറ്റുപോകുവാൻ, വീട് പണി പൂർത്തിയാകാൻ വേണ്ടി, ഉപരിപഠനം എത്രയും വേഗം പൂർത്തീകരിക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും വേണ്ടി, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി, ഡിഗ്രി പാസ്സാകാൻ, അതുപോലെ അവരുടെ വീട് വിറ്റുപോയി പുതിയൊരു ഭവനം പണിയുവാൻ വേണ്ടി, ഷെയർ മാർക്കറ്റിലെ ബിസിനസ് പണം നഷ്ടപ്പെട്ടു പോയ ആ പണം തിരികെ ലഭിക്കുവാൻ വേണ്ടി, നിഷ എന്ന മകളുടെ കാലിലെ ഞരമ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടി, MA MEd പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സഹോദരിയെ സമർപ്പിക്കാം. അനുയോജ്യമായ ജോലി ലഭിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം സമർപ്പിച്ചിട്ടുള്ള കുടുംബത്തെ സമർപ്പിക്കാം. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകുവാൻ വേണ്ടി, സ്വന്തമായി ഒരു ഭവനം പണിയുവാൻ വേണ്ടി, സിൽവി എന്ന സഹോദരിയെ സമർപ്പിക്കാം. ജോലിസ്ഥലത്തെ ചില ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടി, ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചാക്കോച്ചൻ എന്ന മകൻ്റെ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അറിയിപ്പുകൾ: നമ്മുടെ വിഭൂതി ബുധൻ വരുന്ന 2-ാം തീയതി ബുധനാഴ്ച രാവിലെ 7 മണിക്കുള്ള കുർബാനയോടുകൂടെ ആരംഭിക്കുകയാണ്. നോമ്പ് കാലഘട്ടമാണ്, 40 നോമ്പ്. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാപൂർവം ഇതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തെ ഏറ്റവും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് പ്രവേശിക്കാം. അതിനായിട്ടുള്ള കരി ഒരുക്കുന്നതിനായി ഭാഗമായി നമ്മുടെ ഭവനങ്ങളിൽ കഴിഞ്ഞ ഈസ്റ്ററിൽ വെഞ്ചരിച്ച കുരുത്തോലകളുണ്ട് എങ്കിൽ അത് നമ്മുടെ ഈ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് തരിക.
വിഭൂതി ബുധന് നമ്മൾ ഒരുക്കുന്ന ആ കരിയുടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ കുരുത്തോലകൾ നമുക്ക് സമർപ്പിക്കാം, അതിൽ പങ്കുചേരാം. പ്രത്യേകമായി ഈ ഞായറാഴ്ചക്കുള്ളിലായിട്ട് ആ കുരുത്തോലകൾ എത്രയും വേഗം തന്നെ ഈ പള്ളിയിൽ എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നെ വിളിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, കുറുന്തോട്ടിക്കും വാദമുണ്ടാകുമോ? ഡോക്ടർ വിളിച്ചിട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ്: അച്ഛാ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ടെസ്റ്റിന് കൊടുത്തിരുന്നു, ബ്ലഡ് ടെസ്റ്റിന്. അപ്പം അത് കൊടുത്തപ്പോൾ ഒരുപാട് ടെൻഷനോട് കൂടിയാണ് കൊടുത്തത്. റിസൾട്ട് എന്താകുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പേടിയോടുകൂടിയാണ്, വീട്ടിലൊന്നും പറഞ്ഞില്ല, പക്ഷേ ഒരുപാട് പേടിച്ചിട്ടാണ് അത് കൊടുത്തത്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ടെസ്റ്റ് അത് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് അപേക്ഷിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തത്. അപ്പം അതുകൊണ്ട് ഈ റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് വിശുദ്ധ യൂദാ തദേവസിനെയാണ്. കാരണം ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് വന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത്: അച്ഛാ, തുടർന്നും പ്രാർത്ഥിക്കണം, ഇപ്പോഴും പേടിയുണ്ട്, കാരണം എന്താകുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇത്രമാത്രം പേടിയോടും ഭയത്തോടും നിരാശയോടും കൂടിയാണ് നമ്മൾ ഈ ദൈവാലയത്തിൽ വരുന്നത്. പക്ഷേ ഈ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ വിശുദ്ധൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാൽ നമുക്ക് മാറ്റി തരുന്നുണ്ട്. ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നിരവധിയായ ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇന്ന് ഈ ദൈവാലയത്തിൽ സമർപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഒക്കെയുണ്ട്. അതൊക്കെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടിന്മേൽ നിൽക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നവനാൾ ജപങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. ഈശോയുടെയും അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം വഴി അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ശക്തമായ മധ്യസ്ഥം വഴി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശിസുകൾ പൊഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ വിനീതമായ പ്രാർത്ഥന ദൈവോടെ ശ്രവിക്കുകയും അങ്ങിൽ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള വരവും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓ എൻ്റെ ആശ്രയമേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. എൻ്റെ ആയുഷ്കാലമത്രയും ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത പാലിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്ത ദാസ്യത്തിൽ വ്യാപരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ ഈശോയെ വിശ്വസ്ത സ്നേഹിതനും സ്നേഹിതനും ദാസനും ദാസനും അപ്പോസ്തലനുമായ അപ്പോസ്തലനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ യൂദാസ്ലീഹായെ പലരും അങ്ങയെ പലരും അങ്ങേ മറന്നുപോകുവാൻ മറന്നുപോകുവാൻ ഗുരുദ്രോഹിയുടെ ഗുരുദ്രോഹിയുടെ പേര് പേര് കാരണമാക്കിയല്ലോ. കാരണമാക്കിയല്ലോ. എങ്കിലും എങ്കിലും നിരാശാജനകവും നിരാശജനകവും അസാധ്യവുമായ സാധ്യവുമായ കാര്യങ്ങളുടെ കാര്യങ്ങളുടെ മധ്യസ്ഥനായി മധ്യസ്ഥനായി തിരുസഭ തിരുസഭ അങ്ങയെ അങ്ങേ സാർവത്രികമായി സാർവത്രികമായി വണങ്ങുകയും വണങ്ങുകയും അങ്ങേ സഹായം അങ്ങേ സഹായം അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ. ആശയറ്റ ആശയിച്ച സന്ദർഭത്തിൽ സന്ദർഭങ്ങളിൽ ദൃശ്യമായ ദൃശ്യമായ സഹായം സഹായം അതിവേഗം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് ദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ ആനുകൂല്യത്തെ വിനിയോഗിക്കണമേ എന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ എളിമയോടെ ഞാൻ എളിമയോടെ അങ്ങയോട് അങ്ങയോട് അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നു. എൻ്റെ എന്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും കഷ്ടതകളിലും എൻ്റെ സഹായത്തിന് എന്റെ സഹായത്തിന് എത്തണമേ. എത്തണമേ. എൻ്റെ എന്റെ ഈ വലിയ ആവശ്യത്തിൽ വലിയ ആവശ്യങ്ങൾ മൗനമായി നമ്മോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചവരെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത ഒരുപാട് കുടുംബങ്ങൾ വേദനയോടുകൂടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായ സഹോദരി സഹോദരന്മാർ, ഇന്ന് ഓപ്പറേഷന് വിധേയനാകുന്ന സഹോദരങ്ങളുണ്ട്. അവരെ സമർപ്പിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ സമർപ്പിക്കാം. ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും സഹായം ആശ്വാസവും ആശ്വാസവും കിട്ടുന്നതിനും കിട്ടുമെന്ന് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുന്നതിനും സ്തുതിക്കുമെന്ന് എനിക്കിടയാക്കണമേ. ഇടയാകണമേ. ഓ ധന്യനായ ധന്യനായ വിശുദ്ധ യൂദായെ, ക്രിസ്തുയുതായി അങ്ങ് നൽകിയ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ ഞാനെന്നും ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രതിജ്ഞാപൂർവ്വം അനുസ്മരിക്കുമെന്നും സ്മരിക്കുന്നു. പ്രത്യേക പ്രത്യേക തുണയും തുണയും ശക്തിയുമുള്ള ശക്തിയുമുള്ള എൻ്റെ മധ്യസ്ഥനായി മധ്യസ്ഥനായി അങ്ങയെ അങ്ങേ വന്ദിക്കുന്നതിൽ വഹിക്കുന്നതിനും ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും ഉയർത്തലിൽ നിന്നും അങ്ങയോടുള്ള അങ്ങയോടുള്ള ഭക്തി ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് എൻ്റെ എന്റെ സർവ്വ കഴിവുകളും സർവ്വ ഞാൻ വിനിയോഗിക്കുമെന്നും വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യൂദായെ, ക്രിസ്തുയുതായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ അങ്ങേ വന്ദിക്കുകയും വഹിക്കുകയും അങ്ങേ സഹായം അങ്ങേ സഹായം അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ. ആമേൻ. ആമേൻ. പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. പരിശുദ്ധ മറിയമേ, വത്സലതായി നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധ യോസേപ്പേ, ഫ്രാൻസിസ് അസീസി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ വത്സല ശിഷ്യനാം വിശുദ്ധനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതങ്ങൾ നൽകി മണ്ണിനെ വിണ്ണാക്കും വിശുദ്ധനാം യൂദാസ്ലീഹേ, സുവിശേഷ ദീപത്തിൻ പൊന്നൊളിയായിടും വിശുദ്ധനാം യൂദാസ്ലീഹേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനാഥർക്ക്
ആശ്വാസമേകുന്ന വിശുദ്ധനാശ്ലീഹേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നഷ്ടമാ വസ്തുക്കൾ തിരികെ നൽകിയിടുന്ന വിശുദ്ധനാം യോദാശ്ലീഹേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അസാധ്യ കാര്യങ്ങൾ സാധിതമാക്കുന്ന വിശുദ്ധനാം യോദാശ്ലീഹേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രോഗികൾക്കായും അശരണർക്കായെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതർക്കും തൊഴിൽ രഹിതർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർത്തർക്കും ആലംബഹീനർക്കുമായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ ലക്ഷ്യങ്ങൾ നഷ്ടമായോർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം സദ്ബോധം നഷ്ടമായോർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശാന്തി തേടുന്ന കുടുംബങ്ങൾക്കായിത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ പരിശുദ്ധനാം കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ നീ ക്ഷമിക്കൂ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ പരിശുദ്ധനാം കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ പരിശുദ്ധനാം കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ നീ എന്നും അനുഗ്രഹിക്കൂ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധനായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ യൂദായെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. കർത്താവേ, അങ്ങയുടെ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ, മമനാഥന സ്തുതി പാടിട മനവീണകൾ മിട്ടി പാടിട നാദാവരീണമേ, എന്നിൽ നിറയണമേ
എന്നിൽ നിറയണമേ. ഒരുമിച്ച് പാടാം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ ചൈതന്യം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഥാ വരേണമേ എന്നൊരുമിച്ച് ഗായകസംഘത്തോടൊപ്പം നമുക്ക് ആലപിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ തിരുസന്നിധിയിലാണ് നമ്മൾ ഈ സമയമായിരിക്കുന്നത്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച്, ഈ സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് നമ്മെ അനുദിനം കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവം ഈ അൾത്താരയിൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്, നമ്മുടെ വേദനകളും കണ്ണീരുമൊക്കെ കണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനായി, നമുക്ക് കരുത്തു പകരുന്നതിനായി ഈ അൾത്താരയിലായിരിക്കുന്നു. നമുക്ക് അവിടുത്തെ മുമ്പിൽ സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ആയിരിക്കാം. എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ളവൻ, എല്ലാ തടസ്സങ്ങളും മാറ്റാൻ കഴിവുള്ളവൻ, എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റാൻ കഴിവുള്ളവൻ, എല്ലാ പ്രതിസന്ധികളെയും നീക്കാൻ കരുത്തുള്ള കർത്താവ് ഇതാ ഏറ്റവും എളിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. നമുക്ക് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആകുലതകളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, മനസ്സിലൂടെ കടന്നു പോകുന്ന വേദനകളെ, ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളെയെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ കണ്ടുമുട്ടിയവരാരും നിരാശരായി സുവിശേഷത്തിൽ കടന്നു പോകുന്നില്ല. കാരണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെയായി കടന്നു വന്ന എല്ലാവരും കർത്താവിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ സമാധാനവും ഒക്കെയായി തിരിച്ചു പോകുന്നതാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുപാട് ജീവിതത്തിൻ്റെ വേദനകളും ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലതകളുമൊക്കെയായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ഈ സമയം ആയിരിക്കുന്നു. സങ്കീർത്തനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഹൃദയവേദനയോടുകൂടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു, രാത്രി മുഴുവൻ ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയിണ നനഞ്ഞു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക കുതിർന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ സങ്കീർത്തകൻ കടന്നുപോയ ജീവിതത്തിൻ്റെ കണ്ണീരണിഞ്ഞ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ സങ്കീർത്തകന് വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. അവൻ അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ഭാരങ്ങൾ കർത്താവിങ്കിലേക്ക് കൊടുക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരങ്ങൾ കർത്താവിങ്കിലേക്ക് കൊടുക്കുക. സങ്കീർത്തനം 55-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഭാരങ്ങളെല്ലാം, നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളെല്ലാം
നമ്മുടെ ആകുലതകളെല്ലാം, നമ്മുടെ ദുഃഖഭാരങ്ങളെല്ലാം, നമ്മുടെ കണ്ണീരെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ താങ്ങും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ 56-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, അതായത് നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണീരിൻ്റെ ഒരു തുള്ളി പോലും പാഴായി പോകുന്നില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണീര് പോലും പാഴായി പോകുന്നില്ല. നിന്റെ കണ്ണീര് പോലും അനുഗ്രഹത്തിന് കാരണമാകുന്നു എന്ന് സങ്കീർത്തകൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളും വേദനകളും ക്ലേശങ്ങളും ഒക്കെയായി നാം കടന്നു പോകുന്നുണ്ടാകാം. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഹൃദയഭേദകമായ ഒരു സംഭവം സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും നായിൻ പട്ടണത്തിലാണ്. അവിടെ അവർ കടന്നു പോകുമ്പോൾ ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ട് ആളുകൾ കടന്നു പോകുന്നതായി കർത്താവ് കാണുന്നു. സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. ഒരു പക്ഷേ വൈധവ്യത്തിൻ്റെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, ഒരമ്മ, ആ വേദനയും പേറി ജീവിതത്തിൽ ഒരു കണക്കിന് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് അവരുടെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയുമായ അവളുടെ പ്രിയപ്പെട്ട പുത്രൻ അവൾക്ക് നഷ്ടമാകുന്നത്. ഒരു പക്ഷേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ ശവമഞ്ചത്തിന് പിന്നാലെ ഇനി ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ, ഒരു ലക്ഷ്യബോധവുമില്ലാതെ, ജീവിതത്തിൽ ഭാരവുമായി ദുഃഖം കടിച്ചമർത്തി തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന ആ അമ്മയുടെ വേദന ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വേദന കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തു ആ ശവമഞ്ചത്തിന് അരികിലേക്ക് വരുന്നു. എന്ന് ആ സ്ത്രീയോട് അവിടുന്ന് പറയുന്നുണ്ട്, കരയേണ്ട, കരയേണ്ട. ജീവിതത്തിൻ്റെ വലിയ ദുഃഖത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് വെറും വാക്കല്ല അവളോട് പറയുന്നത്, കരയേണ്ട. എന്താണ് ചെയ്യേണ്ടതെന്നും താൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും കൃത്യമായി അറിയാവുന്ന കർത്താവ് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, കരയേണ്ട. എന്നിട്ട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് അടുത്തു വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. എന്നിട്ട് ശവമഞ്ചം വഹിച്ചിരുന്നവർ അവിടെ നിന്നു. ആ ശവമഞ്ചത്തിൽ മൃതനായി കിടക്കുന്ന ആ മനുഷ്യനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലൂടെ കടന്നുപോയ, മരണത്തിൻ്റെ കരാളഹസ്തത്തിലൂടെ കടന്നുപോയ ആ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരുന്ന വലിയ അത്ഭുതം സുവിശേഷത്തിലൂടെ നാം വായിച്ചറിയുന്നു. ഒരു അമ്മയുടെ സങ്കടകരമായ കണ്ണീരണിഞ്ഞ അനുഭവം സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആകുലതകളും വേദനകളും ദുഃഖഭാരങ്ങളുമൊക്കെയായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ നിമിഷമായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, തളർന്ന മനസ്സോടെ, തകർന്ന ഹൃദയത്തോടെ ഞാൻ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നു. ഈശോയെ, എന്നെ താങ്ങാൻ നീ വൈകരുതേ. നീ മാത്രമേ എനിക്ക് ആശ്വാസമുള്ളൂ. നീ മാത്രമേ എനിക്ക് കരുത്തായുള്ളൂ. നീ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ എന്നുള്ള വലിയ വിശ്വാസത്തോടെ ദുഃഖഭാരങ്ങളും വേദനകളും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കായിക സംഘത്തോടൊപ്പം നമുക്ക് ഏറ്റുപാടാം. തകർന്ന ഹൃദയമോടെ. തളർന്ന മനസ്സോടെ, തകർന്ന ഹൃദയമോടെ, എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. തമ്പുരാനേ
താങ്ങാൻ വൈകരുതേ. താങ്ങാൻ വൈകരുതേ, എന്നെ താങ്ങാൻ വൈകരുതേ. നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം. തളർന്ന മനസ്സോടെ തകർന്ന ഹൃദയമോടെ തമ്പുരാനെ ഞാൻ വരുന്നു, താങ്ങാൻ വൈകരുതേ, എന്നെ താങ്ങാൻ വൈകരുതേ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. കർത്താവിൻ്റെ മരണമേൽപ്പിച്ച വലിയ ആഘാതം അത് താങ്ങാനാവാതെ നിൽക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉയർപ്പ് പോലും വിശ്വസിക്കാനാകാതെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നി ശൂന്യമായ മനസ്സോടെ, ശൂന്യമായ ഹൃദയത്തോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യത മൂഢരായി നിൽക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, പത്രോസ്, ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, നഥാനിയേൽ, സെബദീപുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ, വേറെ 2 ശിഷ്യന്മാർ, ഇത്രയും പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും അവരുടെ അസ്തമിച്ചു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടുകൂടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു പോയ, സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. എന്നിട്ട് ഈ സമൂഹത്തിൽ ശിഷ്യപ്രമുഖനായ പത്രോസ് കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നൊരു സംഭവമുണ്ട്. പത്രോസും സഹോദരനായ അന്ത്രയോസും കടൽക്കരയിൽ നിൽക്കുമ്പോൾ ക്രിസ്തു അവരെ വിളിക്കുന്നുണ്ട്, എന്നെ അനുഗമിക്കുക. അവർ വലകളും വഞ്ചികളും എല്ലാം ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നവരാണ്. പിന്നീട് ഒരിക്കലും വഞ്ചിയിലേക്കും വലയിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കാത്ത ശിഷ്യന്മാർ. പക്ഷേ ക്രിസ്തുവിൻ്റെ മരണമേൽപ്പിച്ച വലിയ ദുഃഖഭാരവും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ അനുഭവവുമെല്ലാം പിന്നെയും മീൻ പിടിക്കാൻ, ഉപേക്ഷിച്ചു പോയ വഞ്ചിയും വലയും തേടിപ്പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്. ഉടനെ തന്നെ അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങളും പോരുന്നു നിന്റെ കൂടെ, ഞങ്ങളും പോരുന്നു നിന്റെ കൂടെ. അങ്ങനെ പത്രോസും പ്രിയപ്പെട്ട കൂട്ടുകാരുമെല്ലാം ആ രാത്രിയിൽ മീൻ പിടിക്കാൻ ഗലീലി കടൽക്കരയിൽ അവർ വഞ്ചി സജ്ജമാക്കി കടലിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ശിഷ്യന്മാർ, അവർ പുതിയൊരു പ്രതീക്ഷയോടുകൂടെ ആ രാത്രിയിൽ അത്യധ്വാനം ചെയ്യുന്നു. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം, ഗലീലി കടലിൻ്റെ മുക്കും മൂലയുമെല്ലാം നന്നായി അറിയാവുന്ന ഒരു മീൻപിടുത്തക്കാരൻ, ഒരു സ്രാങ്ക്. നമുക്കറിയാം, ബോട്ടുകളെല്ലാം പോകുമ്പോൾ ബോട്ടിൻ്റെ ഉടമസ്ഥൻ അന്വേഷിക്കുന്നത് ഏറ്റവും വിദഗ്ധനായൊരു സ്രാങ്കിനെയാണ്. മീൻ എവിടെയാണെന്ന് കൃത്യമായി കണ്ടറിയാൻ സാധിക്കുന്ന, അതിനെ പിടിക്കാൻ സാധിക്കുന്ന, അതിനെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ സാധിക്കുന്ന നല്ലൊരു സ്രാങ്ക്. അങ്ങനെയുള്ള നല്ലൊരു സ്രാങ്കായിരുന്നു ശിഷ്യപ്രമുഖനായ പത്രോസ്. പക്ഷേ ആ രാത്രിയുടെ യാമങ്ങളിൽ ഗലീലി കടലിൻ്റെ അവനറിയാവുന്ന സകല സൂത്രവാക്യങ്ങളും ഉപയോഗിച്ച്, സകല സൂത്രങ്ങളും ഉപയോഗിച്ച് ഗലീലി കടലിൽ മീൻപിടുത്തം നടത്തിയിട്ടും ഒരൊറ്റ ചെറുമീൻ പോലുമില്ലാതെ മടങ്ങി വരേണ്ട ശൂന്യതയുടെ
അനുഭവത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. ഉഷസ്സായപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്തേക്ക് ക്രിസ്തു കടന്നുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ മീൻ വല്ലതുമുണ്ടോ? പരാജയത്തിൻ്റെ തീരത്ത് തോൽവിയുടെ വേദനയറിഞ്ഞു നിൽക്കുന്ന ശിഷ്യന്മാരോടാണ് അപരിചിതനായ ക്രിസ്തു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതുമുണ്ടോ? ചോദ്യത്തിൽ തീർച്ചയായും ഒരു വാത്സല്യമുണ്ട്. പക്ഷേ ചോദിക്കപ്പെടുന്ന ചോദ്യം ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതാണ്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ശൂന്യമായ വഞ്ചിയോടെ, ശൂന്യമായ വലകളോടുകൂടെ തിരിച്ചു പോരേണ്ടി വരുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അവർ ഉത്തരം കൊടുക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഒന്നുമില്ല, ശൂന്യമായ വലകളും ശൂന്യമായ വഞ്ചിയുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഈശോ പറയുന്നുണ്ട്, വലതുവശത്ത് വലയിറക്കുക, വലതുവശത്ത് വലയിറക്കുക. പിന്നീട് നാം വായിക്കുന്നുണ്ട് അത്ഭുതകരമായ മീൻപിടുത്തം. ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് ശൂന്യമായ വലകളോടുകൂടെ, അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ഹൃദയത്തോടെ, ശൂന്യമായ ഹൃദയത്തോടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കാണ് ഈശോ വലിയ അത്ഭുതത്തിൻ്റെ അനുഭവം പകരുന്നത്. പിന്നീട് വായിക്കുന്നുണ്ട് 153 മത്സ്യങ്ങൾ. ഗലീലി കടൽ തീരത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു പ്രതീകമാണ് ഈ 153 മത്സ്യങ്ങൾ. എല്ലാത്തരം മത്സ്യങ്ങൾ കൊണ്ട് ശിഷ്യന്മാരുടെ വല നിറഞ്ഞു എന്നാണ് സുവിശേഷകൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് നിനക്ക് സമൃദ്ധിയുടെ മത്സ്യക്കൂട്ടൊരുക്കുന്ന ക്രിസ്തുവുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് നിനക്ക് സമൃദ്ധിയുടെ മത്സ്യക്കൂട്ടൊരുക്കുന്ന ക്രിസ്തുവുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത സത്യമാണത്. നിന്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് സമൃദ്ധിയുടെ മത്സ്യക്കൂട്ടൊരുക്കുന്ന ക്രിസ്തു. പിന്നീട് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ ആ വഞ്ചിയിൽ ആ വലയും വലിച്ചുകൊണ്ട് കരയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ തീ കൂട്ടിയിരിക്കുന്നതും മത്സ്യം വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. തീ കൂട്ടിയിരിക്കുന്നു, മത്സ്യം വെച്ചിരിക്കുന്നു, അപ്പം വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ ചിലത് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് സമൃദ്ധിയുടെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ക്രിസ്തു. ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് സമൃദ്ധിയുടെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തു. ഒരു പക്ഷേ ജീവിതം ശൂന്യമാകുമ്പോൾ, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ, എൻ്റെ മിത്രങ്ങളെല്ലാം അകന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ വേദനയുടെ തീരത്ത് ഏകാഗിയായി ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവർ എന്നെ കുത്തുവാക്ക് പറയുമ്പോൾ, രോഗാവസ്ഥയുടെ തീരത്ത് പണമില്ലാതെ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ, ചികിത്സയ്ക്ക് ഗതിമുട്ടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, ജോലിയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, അതുപോലെ വിദേശത്ത് പോകാൻ ഞാൻ പരിശ്രമിച്ചു പക്ഷെ നടക്കാതെ പോകുന്ന ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ തീരത്ത്, ബിസിനസ് ആരംഭിച്ചു തകർന്നുപോയി, ഒറ്റ പൈസയില്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത്, കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന, വ്യക്തിബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്ന, സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ജീവിതത്തിൻ്റെ തീരത്ത് നിനക്ക് വേണ്ടി സമൃദ്ധിയുടെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവുണ്ട് എന്ന് സുവിശേഷം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചാരയുണ്ട്. ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചാരയുണ്ട്. ഇന്ന് ഈ അൾത്താരയിലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ ദിവ്യകാരുണ്യമാകുന്ന അനുഗ്രഹീതമായ സാന്നിധ്യം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ തീരത്ത് നിനക്കൊരു അത്താണിയുണ്ട്, അത് ക്രിസ്തുവാണ്. ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തീരത്ത് നിനക്ക് കരുത്തു പകരുന്ന സാന്നിധ്യമുണ്ട്, അത് ക്രിസ്തുവാണ്. നിന്റെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ അനുഭവങ്ങളിൽ നിനക്ക് കരുത്തു പകരുന്ന ഒരു സാന്നിധ്യമുണ്ട്, അത് ക്രിസ്തുവാണ്.
നിന്റെ ബിസിനസ് തകർന്നടിയുന്ന, എല്ലാം തകർന്നുപോയി എന്ന് നീ വിശ്വസിക്കുന്ന ജീവിതത്തിൻ്റെ തീരത്ത് നിനക്ക് ശക്തി പകരുന്ന ഒരാളുണ്ട്. അവനാണ് ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ എന്നോട് കൂടെയുള്ള സജീവമായ സാന്നിധ്യം തിരിച്ചറിയാനുള്ള അനുഭവമാണ് ഈ ദിവ്യകാരുണ്യം. ഒരു പക്ഷേ വലിയ ആകുലതകളും പ്രതിസന്ധികളും ഒക്കെയായി ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ തീരത്ത്, കണ്ണീരിൻ്റെ തീരത്ത് ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കാത്തു നിൽക്കുമ്പോൾ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ, എൻ്റെ മിത്രങ്ങൾ അകന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതം തന്നെ ഉലഞ്ഞു പോകുമ്പോൾ ക്രിസ്തു ഉണ്ട്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയി ഈശോയെ, എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ, മിത്രങ്ങൾ അകന്നു പോകുമ്പോൾ നീയാകുന്ന സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. നിന്നെ അന്വേഷിച്ച് ഞാൻ നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വിശ്വാസപൂർവം പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം സർവശക്തനായ ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനുമായി നിന്റെ തിരുസന്നിധിയിൽ വേദനയോടുകൂടെ കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ സജീവമായ സാന്നിധ്യം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സംഘത്തോടൊപ്പം ഏറ്റുപാടാം. ക്രിസ്തുവിൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. എന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു, എന്റെ മിത്രങ്ങൾ പിരിഞ്ഞകന്നു, എന്റെ ജീവിതം തകർന്നുലഞ്ഞു. ഒടുവിൽ ഞാൻ നിന്നെ തേടി വന്നു. യേശുവേ, യേശുവേ, എന്നെ താങ്ങാൻ നീ വരില്ലേ, എന്നെ താങ്ങാൻ വൈകരുതേ. യേശുവേ, യേശുവേ, എന്നെ താങ്ങാൻ നീ വരില്ലേ, എന്നെ താങ്ങാൻ വൈകരുതേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. வாழ்க வாழ்க யூதாஸ்லீஹாயே, வாழ்க வாழ்க புண்ணிய பிதாவே, வாழ்க வாழ்க யூதாஸ்லீஹாயே, வாழ்க வாழ்க புண்ணிய பிதாவே. ദൈവത്തിൻ പ്രിയനായി പുണ്യാത്മനായി അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾക്കു വേണ്ടി. ദൈവത്തിൻ പ്രിയനായി പുണ്യാത്മനായി അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾക്കു വേണ്ടി. വാഴ്ക വാഴ്ക യൂദാസ്ലീഹായേ, വാഴ്ക വാഴ്ക പുണ്യ പിതാവേ, വാഴ്ക വാഴ്ക യൂദാസ്ലീഹായേ.
வாழ்க வாழ்க പുണ്യ പിതാവേ. കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ വെളിവിന്റെ കതിരുകൾ ആകാശത്തിന്റെ വഴിയെ അയച്ചരുളണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരണമേ. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയത് നേരെയാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക്